ഇപ്പൊ ഇന്നത്തെ ആരാധന മുഴുവനും ദൈവത്തിന് സ്തുതി കൊടുക്കേണ്ട ആരാധനയാണ്. കാരണം ഒരു വർഷം മൊത്തം നമ്മളെ നടത്തിയതിനെ തിരിച്ചങ്ങോട്ട് നമുക്ക് കർത്താവിന് നമ്മുടെ പണമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കർത്താവിന് വേണ്ടത് എന്താണ്? യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ സ്തുതിപ്പീൻ, അവൻ നല്ലവനല്ലോ. നിങ്ങൾ ഈ ബൈബിളിലെ ഈ യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞ പദം ഇന്ന് പോയിട്ടൊന്ന് എടുത്തു നോക്കണം. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ സ്തുതിപ്പീൻ. ബാക്കി സ്ഥലം ഇങ്ങനെ വെറും കാലിയായിട്ട് ഇട്ടേക്കും, അല്ലെങ്കിൽ കാലി പ്ലേസായിട്ട് അവിടെ ഒന്നും എഴുതത്തില്ല. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ സ്തുതിപ്പീൻ. അവിടെ പിന്നെ അങ്ങോട്ട് സ്ഥലം ഉണ്ടെങ്കിലും ആ ലൈൻ അവിടെ ക്ലോസ് ചെയ്യത്തില്ല, അതിങ്ങനെ ഇട്ടേക്കും. എന്താ അതിൻ്റെ അർത്ഥം? യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കി സ്ഥലം ഇട്ടേക്കുന്ന എന്തിനാ? ഇട്ടേക്കുന്ന എന്തിനാ വെച്ചാൽ ആ സ്തുതി അങ്ങ് നീണ്ടു പോകാൻ വേണ്ടിയാ. മനസ്സിലായോ? അത് ക്ലോസ് ചെയ്യുന്ന പരിപാടി ഇല്ല. ആമേ, സ്വോത്രം പറഞ്ഞേ. അപ്പൊ നമ്മളും ഈ സ്തുതിപ്പ് ക്ലോസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ കഴിഞ്ഞൊരു വർഷം മുഴുവനും ദൈവം നടത്തിയതിന് ദൈവത്തിന് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് സ്തുതിയാണ്. നമ്മളെ സൃഷ്ടിച്ചത് തന്നെ എന്തിനാണെന്നറിയോ? സൃഷ്ടിച്ചത് തന്നെ എന്തിനാണെന്നറിയോ? നമ്മുടെ സൃഷ്ടിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ട്. പുതിയ നിയമത്തിൽ പൗലോസ് പറഞ്ഞ് നമ്മൾ തിരുമേശയ്ക്കൊക്കെ വായിക്കുന്നുണ്ട്. എപ്പോഴും എന്താ നമ്മൾ വായിക്കുന്നത്? എപ്പോഴും പ്രാർത്ഥിപ്പീൻ, ഇടവിടാതെ സ്തോത്രം ചെയ്യുവിൻ, അതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള. അപ്പൊ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം തന്നെ എപ്പോഴും സ്തുതിക്കാൻ വേണ്ടിയാണ്. എപ്പോഴും ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുക, അതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശം. ഇനിയും പഴയ നിയമത്തിലുണ്ട് 43 യെശയ്യാവ് 7-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട് നമ്മളെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന്. എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും നിർമ്മിച്ചുണ്ടാക്കിയും മഹത്വം കൊടുക്കാൻ സൃഷ്ടിച്ചതാ. കണ്ടോ, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ മഹത്വം നമ്മൾ കൊടുക്കാൻ വേണ്ടിയാ. ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തോത്രം പറഞ്ഞ് എങ്ങനെയാ കൊടുക്കുന്നത്? സ്തോത്രം പറഞ്ഞ്, ഹല്ലേലൂയ പറഞ്ഞ്, അന്യഭാഷകൾ പറഞ്ഞ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പാട്ടുകൾ പാടി, അങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചത്. സ്തോത്രം. ആമേ. നോക്കിക്കേ, ദൂതന്മാരൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന് നമ്മുടെ മഹത്വം വലിയ ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മളെ സൃഷ്ടിച്ചതിന്റെ പുറകിൽ ആരാധനയാണ് ദൈവത്തിന്റെ ഉദ്ദേശം. അതാണ് പൗലോസ് പറഞ്ഞത്, ഇടവിടാതെ സ്തോത്രം ചെയ്യും, എപ്പോഴും സ്തുതിപ്പീൻ, അതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള. നമ്മളത് ചിന്തിക്കാറില്ല, നമ്മളെക്കുറിച്ചുള്ള ദൈവഗീതം അതാ. സ്തോത്രം. ആമേ. അപ്പൊ ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ നമ്മുടെ ആരാധനയിലെ ദൈവത്തിന് കൃത്യമായി നമ്മളോട് ഇടപെടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു വർഷം മുഴുവനും ദൈവം നമ്മെ നടത്തും. ഞാൻ പുതിയ വർഷത്തിൽ ദൈവം നമുക്ക് തന്ന ദൂതുകൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായി. കരുതുന്ന ദൈവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. 3-4 കരുതലുകളെ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കരുതലുകൾ, നമ്മൾ ഒരിക്കലും കേൾക്കാത്ത കരുതലുകൾ, നമ്മൾ ഒരിക്കലും കാണാത്ത കരുതലുകൾ ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് കരുതും. സ്തോത്രം. അത് ഇന്നലെ ഞാൻ പറഞ്ഞു. എവിടെയാ? മത്സ്യത്തിന്റെ വായിൽ പൈസ. മത്സ്യത്തിന്റെ കടലിനകത്ത് കിടക്കുന്ന മത്സ്യത്തിന്റെ വായിൽ പൈസ. നമ്മൾ ഒരിക്കലും അങ്ങനെ ആരും ചിന്തിച്ചിട്ടില്ല. മത്സ്യത്തിന്റെ വായിൽ പൈസ എനിക്ക് വേണ്ടി ദൈവം കരുതുമെന്ന് ഒരിക്കലും ആരും ചിന്തിച്ചില്ല. ചിന്തിക്കാത്ത കരുതലുകൾ. സ്തോത്രം പറഞ്ഞേ. അതുകൊണ്ട് 2026 നമുക്ക് വേണ്ടത് എവിടെയൊക്കെയോ നമ്മൾ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലും നമ്മൾ കേട്ടിട്ടില്ലാത്ത ഇടങ്ങളിലും ചിന്തിക്കാത്ത മേഖലകളിലും ദൈവം കരുതിയിട്ടുണ്ട്. ദൈവം കരുതിയിട്ടുണ്ട്. അതിൻ്റെ സമയമാകുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? ആമേൻ, അത് പുറത്തു കൊണ്ടുവരുന്നു. ഇങ്ങനെ ഒരു മീൻ ആ കടലിൽ കൂടെ നടക്കുന്നെന്നുള്ളത് ഒറ്റ മനുഷ്യൻ അറിഞ്ഞില്ല.
ഒരു മനുഷ്യൻ അറിഞ്ഞില്ല. ആമേൻ. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് പേടിക്കണ്ട. വിസ അടിക്കാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ളത്, നമ്മുടെ ചെലവിനുള്ളത്, നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളത് ഒന്നും മുടങ്ങത്തില്ല. ആമേൻ. സ്തോത്രം. നമ്മള് ഇസ്രായേൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ ഹോരേബിൽ എന്തുവാണ്? ഹോരേബിൽ പാറയാണ്, പാറക്കെട്ടാണ്. അവിടെ നോക്കിയാൽ എന്തില്ല? ഒന്നുമില്ല, ഒരു പച്ച പുല്ല് പോലുമില്ല. വലിയ പാറ കെട്ടുകൾ നിറഞ്ഞു നിൽക്കുക. ആമേ, ഒരു മനുഷ്യനും അറിഞ്ഞില്ല ആ പാറക്കെട്ടിനകത്ത് ദൈവം ഒരു തടാകം കരുതിയിട്ടുണ്ടായി. ആർക്ക് വേണ്ടി? ദൈവമക്കളുടെ ദാഹം തീർക്കാൻ വേണ്ടി. അല്ലേലി കർത്താവ് പറഞ്ഞു, ഹോരേബിലെ പാറയെ മോശേ നിന്റെ വടി കൊണ്ടുവന്ന് അവിടെ നീട്ടാൻ പറഞ്ഞപ്പോൾ അത് പൊട്ടി മാറി ആമെ തടാകം വെളിയിൽ വന്നു. അപ്പൊ നിങ്ങൾ ഓർക്കണം, നോക്കുമ്പോൾ ഒന്നും കാണാനില്ല, വെറും പാറക്കെട്ടാണ്. പക്ഷെ നമ്മുടെ കണ്ണിനപ്പുറത്ത് ദൈവത്തിന്റെ കരുതലുകൾ. ഹല്ലേലൂയ പറ. നമ്മൾ ഒരിക്കലും കാണുന്നില്ലെങ്കിലും നമ്മുടെ കണ്ണുകൾക്കപ്പുറത്ത് ദൈവത്തിന്റെ കരുതലുകൾ ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. അതതിന്റെ സമയമാകുമ്പോൾ വെളിയിൽ വരും. ഹല്ലേലൂയ പറ. ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കാം. ദൈവം നമുക്ക് വേണ്ടി ഉറപ്പുള്ളവരാകാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഉറപ്പുള്ളവരാകുക, അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ നിങ്ങളോട് പറയാ, അച്ഛനോട് പറയാ, ഉറപ്പുള്ള വ്യക്തിയാകാൻ പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഉറച്ചു നിൽക്കാൻ, ആരാധനയിൽ, പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കാൻ. സ്തോത്രം പറ. ആരാധനയിൽ ഉറച്ചു നിൽക്കാൻ. ഹല്ലേലൂയ പറഞ്ഞ് ദൈവ വചനത്തിൽ ഉറച്ചു നിൽക്കാൻ. പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുവോ? ആരാധനയിൽ ഉറച്ചു നിൽക്കുവോ? ആമേ. എനിക്ക് ഉറപ്പ് തരാമോ പാസ്റ്റേ? ഈ 2025 എൻ്റെ ആരാധന ഉറപ്പിക്കും. എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഉറച്ചു നിൽക്കും. എൻ്റെ ആരാധനയിൽ ഞാൻ ഉറച്ചു നിൽക്കും. ആമേ. അതോ 2 ആഴ്ച വന്ന് 3 ആഴ്ച വന്ന് പിന്നെ നമ്മൾ ക്ഷീണിക്കുകയാണോ, തളരുകയാണോ? ഉറച്ചു നിൽക്കേ. യോശുവയോട് പറഞ്ഞു, ഉറപ്പുള്ളവനായിരിക്കാം, ഉറപ്പുള്ളവനായിരിക്കാം. ഞാൻ എന്ത് ചെയ്യും? നിന്നെ കൊണ്ട് ഞാൻ യോർദാൻ വിഭാഗിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ ദൈവം ജയിക്കും. ഹല്ലേലൂയ പറ. ഒരിക്കലും യോർദാൻ വിഭാഗിക്കാൻ യോശുവയ്ക്ക് കഴിയില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ ഉറച്ചു നിൽക്ക, ഞാൻ നിന്നെ കൊണ്ട് അത് ചെയ്യിക്കും. സ്തോത്രം. അപ്പൊ 2026 നമ്മുടെ ജീവിതത്തിൽ, ജോലിയിലാകട്ടെ മറ്റു കാര്യങ്ങളിലാകട്ടെ, ചെയ്യാൻ പറ്റാത്ത കാര്യം വിശ്വാസത്തിൽ ഉറച്ചാൽ ദൈവം നിന്നെ കൊണ്ട് അത് ചെയ്യിക്കും. സ്തോത്രം. അല്ലേ? ആർക്കെങ്കിലും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. 2 കര കവിഞ്ഞൊഴുകുന്ന യോർദാനെ തടഞ്ഞു നിർത്താൻ. പക്ഷെ യോശുവയെ കൊണ്ട് ദൈവം അത് ചെയ്യിച്ചില്ലേ? ഹല്ലേലൂയ പറഞ്ഞ്. അങ്ങനാണെങ്കിൽ നമ്മുടെ ജോലിയിലെ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യം നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കത്തില്ലേ? ദൈവത്തിന് വേണ്ടി മുൻപോട്ട് ശക്തമായിട്ട് വരാവോ? ഈ 2026 തീരുമാനിക്കാവോ? ദാവീദ് ശക്തമായിട്ട് മുന്നോട്ട് വന്നു. മല്ലനായ ഗോലിയാത്തിനെ കണ്ടപ്പോൾ ദാവീദ് ഒന്നും ചിന്തിച്ചില്ല, ശക്തമായിട്ട് മുന്നോട്ട് വന്നു. അവനെ എതിർക്കാൻ, അവനെ തകർക്കാൻ വേണ്ടി ദാവീദ് ശക്തമായി മുൻപോട്ട് വന്നു. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു കർത്താവ്? അപ്പൊ കർത്താവ് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, 17 വയസ്സേ ഉള്ളു ദാവീദിന്. ചെറിയ കയ്യ. ആ കയ്യെ വലിയ നിലയിൽ ഉപയോഗിച്ചു. മല്ലനായ ഗോലിയാത്തിനെയും പെലസ്ത്യരെയും തോൽപ്പിച്ചു ജയമെടുക്കത്തക്ക നിലയിൽ ആ ചെറിയ കയ്യെ ദൈവം വലുതായി ഉപയോഗിച്ചെങ്കിൽ നിന്റെ ചെറിയ കൈയും ചെറിയ കഴിവും നിന്റെ ചെറിയ വിദ്യാഭ്യാസവും ദൈവത്തിന് വേണ്ടി നിന്നാൽ അതിനെ വലിയ നിലയിൽ അനുഗ്രഹമാകുമാർ ഉപയോഗിക്കാൻ കർത്താവിനറിയാം. കണ്ടോ? ദാവീദിന് എന്നാ കഴിവുണ്ടോ? ആ കഴിവ് 17 വയസ്സുള്ള ചെറുക്കൻ്റെ കഴിവ് ഇപ്പൊ ഇവിടെ വന്നു. ഇസ്രായേൽ 40 ദിവസം വെല്ലുവിളിച്ചിട്ട് ഒരു മനുഷ്യനും ഇല്ലാത്തോടത്ത് ആ 17 വയസ്സുകാരന്റെ കഴിവ് ഇസ്രായേലിന് ജയം കൊടുത്തു. എങ്ങനെ കൊടുത്തു? ദൈവം അതിനെ വലുതാക്കി. അപ്പൊ വലുതാക്കണ്ടേ?
സ്തോത്രം. 2026 ഏൽപ്പിക്കെ ചില ആലോചനകളുണ്ട്. ആമേ, പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, ദൈവത്തിന് ഒരാവശ്യമുണ്ട്. സ്തോത്രം. ദൈവത്തിന് ഒരു വലിയ ആവശ്യമുണ്ട്. ആവശ്യം എന്താണെന്ന് യെശയ്യാപ്രവചനം 41 അധ്യായം അതിൻ്റെ 14 വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തിൻ്റെ വലിയൊരാവശ്യം. സ്തോത്രം. ഒന്ന് വായിക്കാവോ? പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. ദൈവത്തിന് വലിയൊരു ആവശ്യം കേട്ടോ. നമുക്ക് പാർശ്വത്തിൽ തുടങ്ങാം കേട്ടോ. സ്തോത്രം. ദൈവദാസനോടും കുടുംബത്തോടും ആദ്യമായിട്ട് പ്രൈസ് നിങ്ങളിൽ ആരംഭിക്കുക. ദൈവത്തിന് വലിയൊരു ആവശ്യമുണ്ട്. എന്താണെന്നറിയാമോ? ചില കുന്നുകളെ പൊടിക്കണം, ചില പർവ്വതങ്ങളെ പതിര് പോലെ പേറ്റിക്കളയണം. അതിന് കർത്താവിന് എന്തു വേണം? മൂർച്ചയുള്ള ആയുധം വേണം. പല്ലുകളേറിയതും മൂർച്ചയുള്ളതുമായ ഒരു ആയുധം വേണം. കർത്താവ് തീരുമാനിച്ചു ഇസ്രായേലിനെ അങ്ങനെ ഒരു ആയുധമാക്കാൻ തീരുമാനിച്ചു. 2026 ചില കുന്നുകൾ പൊടിച്ചു കളയുവാൻ, ചില മലകളെ പതിര് പോലെ പേറ്റിക്കളയുവാൻ ദൈവത്തിന് നിന്നെ ഒരായുധമായിട്ട് ഉപയോഗിക്കണം. ദൈവത്തിന്റെ ആവശ്യം അതാ. സ്തോത്രം പറ. പറ്റുമോ? പ്രൈസ് ദൈവമേ. നിന്റെ ഉദ്ദേശപ്രകാരം കുന്നുകളെ പൊടിക്കുന്ന, അല്ലെങ്കിൽ കുന്നുകളെ മെതിക്കുന്ന, പർവ്വതങ്ങളെയൊക്കെ പൊടിക്കുന്ന ഒരായുധമാക്കി എന്നെ ഉപയോഗിക്കണം. ദൈവത്തിന് അങ്ങനെ വേണം. നിങ്ങൾ റെഡിയാണോ? അങ്ങനെ നിങ്ങൾ ചില വലിയ കുന്നുകളെ അതൊക്കെ മാറ്റി, ചില പർവ്വതങ്ങളൊക്കെ ഇടിച്ച് തകർത്ത് നിരന്ന പാത ഒരുക്കി ദൈവത്തിന് ചില വൻ കാര്യങ്ങൾ ഈ ഭൂമി ചെയ്യാനുണ്ട്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പൊടിക്കുന്ന ആയുധം പുള്ളിക്ക് വേണം. ആയുധമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് നിങ്ങളെ ഓരോരുത്തരെയുവാ. ഹല്ലേലൂയ പറ. നിങ്ങളെ ദൈവം എന്ത് ചെയ്യുന്നു? മൂർച്ചയുള്ള ആയുധങ്ങളാക്കി മാറ്റുക. എന്തിനാ? കുന്നുകളെയൊക്കെ പൊടിച്ച് പർവ്വതങ്ങളെയൊക്കെ തകർത്ത് ഈ ഭൂമി ചിലതൊക്കെ കർത്താവിന് ചെയ്യാനുണ്ട്. നിങ്ങൾ തയ്യാറാണോ? ആണെങ്കിൽ ആത്മനിറവിനെയും ദൈവശക്തിയെയും ദൈവകൃപകളെയും ഒക്കെ പകർന്ന് ഇന്നുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നിലയിൽ വലിയൊരു ആയുധമായി ദൈവം നിങ്ങളെ മാറ്റിയെടുക്കും. കുന്നുകളൊക്കെ നമുക്ക് തടസ്സമാണ്, മലകളൊക്കെ നമുക്ക് തടസ്സമാണ്. അവിടെയൊക്കെ നിരന്ന പാത ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതിനെ കുന്നുകളെ പൊടിക്കണമെങ്കിൽ നിങ്ങൾ മൂർച്ചയുള്ള ആയുധങ്ങളാകണം. മൂർച്ചയുള്ള ആയുധങ്ങൾ ആകണം. എത്ര പേര് തയ്യാറുണ്ട്? കർത്താവേ, നിന്റെ വേലയിലും നിന്റെ ശുശ്രൂഷയിലും മൂർച്ചയുള്ള ഒരു വലിയ ആയുധമായി ദൈവമേ എന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് ഈ രാത്രിയിൽ സമർപ്പിച്ചു കൊടുക്കാമോ? ഏൽപ്പിച്ചു കൊടുക്കാമോ? ആ നിലയിൽ ദൈവം നിങ്ങളെ മാറ്റിയെടുക്കും. സ്തോത്രം. ആമേൻ. സ്തോത്രം. റെഡിയാകും കേട്ടോ. ആമേ. നിങ്ങളുടെ ജീവിതത്തിനെതിരെ നിൽക്കുന്ന വൻ പർവ്വതങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിനെതിരെ നിൽക്കുന്ന ചില കുന്നുകൾ, അത് നിങ്ങളുടെ ജീവിതത്തിന് പോക്ക് തടസ്സമാണ്, നിങ്ങളുടെ ജോലിക്കൊക്കെ അത് തടസ്സമാണ്, നിങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്കൊക്കെ അത് തടസ്സമാണ്. അത് പൊടിയണമെങ്കിൽ നിങ്ങളൊരായുധമാകുന്ന കാലത്തെ അത് പൊടിയത്തുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ആ കുന്നുകളൊക്കെ പൊടിഞ്ഞു പർവ്വതം പോലെ അല്ലെങ്കിൽ പതിര് പോലെ അതെല്ലാം മാറി ഈ രാജ്യത്ത് നമുക്കൊരു വിശാലത വരണമെങ്കിൽ നാം മൂർച്ചയുള്ള ആയുധമായി 2026 തീരണം. സ്തോത്രം. മൂലയ്ക്ക് ഒതുങ്ങുന്ന ഒരു വ്യക്തിയായി തീരരുത്. ഈ വർഷത്തേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ 2025 കൂടുതൽ ശക്തിയേറിയ ആയുധമായി നമ്മൾ മാറട്ടെ.
2 രാജാക്കന്മാർ വായിക്കേണ്ട 6-ാമത്തെ അധ്യായത്തിൽ പ്രവാചക ശിഷ്യന്മാര് പറഞ്ഞു, ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം തീരെ ഇടുക്കമാണ്, ഞങ്ങളെ യോർദാനോളം ചെന്ന് മരം മുറിച്ചോണ്ട് വന്ന് ഇത് ഞങ്ങൾ വലുതാക്കാൻ പോവുക, ഞങ്ങളുടെ പാർപ്പിടം അല്ലെങ്കിൽ ഞങ്ങളുടെ കേന്ദ്രം. സ്തോത്രം. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പിന്നെ ശുശ്രൂഷയ്ക്കുമൊക്കെ ഇടുക്കവാ, ആ സ്ഥലം പോരാ. ശരിക്കും അവർക്ക് ആത്മീയമായി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അവർ തന്നെ ഒരു തീരുമാനമെടുത്തു, ഞങ്ങളിത് പൊളിച്ച് വലുതാക്കാൻ പോവുക. സ്തോത്രം. 2026 ആത്മീക നിലവാരം പൊളിച്ചു കുറെ കൂടെ വലുതാക്കാമോ? സ്തോത്രം പറ. ആമേ. ആത്മീകമായ ഒരു വിശാലത, ഒരു വലുപ്പത്തിലേക്ക് വരണം. അവര് പറയാണ്, ഞങ്ങൾ ഇരിക്കുന്ന ഈ സ്ഥലം ഇടുക്കവാ. ശരിയാ, അവർ കുറെ അധികം ആൾക്കാരുണ്ട്, അവർക്ക് അവിടെ പ്രാർത്ഥിക്കാനും അവർക്ക് അവിടെ ആരാധിക്കാനും ശുശ്രൂഷയ്ക്കും ഒക്കെ സ്ഥലം പോരാ. അതുകൊണ്ട് അവർ തീരുമാനിക്കുകയാണ്, ഇതിനെ വലുതാക്കണം. ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ ആത്മീകമായ ഇടുക്കം മാറി വലുപ്പത്തിലേക്ക് 2026 മാറണം. പറ്റുമോ? ഹല്ലേലൂയ പറ. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ആ തീരുമാനത്തിൽ എടുക്കും? പ്രാർത്ഥനയൊക്കെ അങ്ങോട്ട് വലുതാകട്ടെ, ആരാധനയൊക്കെ വലുതാകട്ടെ, ആത്മനിറവൊക്കെ വലുതാകട്ടെ, ദൈവകൃപയൊക്കെ പ്രാപിച്ച് ദൈവമക്കൾക്ക് വിശാലത വരട്ടെ. എന്നും ഈ ഇടുക്കത്തിലിരിക്കാതെ, ഞെരുക്കത്തിലിരിക്കാതെ ഒരു മാറ്റം ഉണ്ടാകട്ടെ നമുക്ക്. വേണ്ടേ? ചിലർ ശരിക്കും ഇപ്പോഴും കൈയിടിക്കുകയല്ല. ഇപ്പോഴും ശരിക്കും വാതർക്കത്തില്ല. ജോലി സ്ഥലത്തും വീട്ടിലും ഒക്കെ പറയുന്നത് കേട്ട എല്ലാ ശബ്ദം പറയും. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ പാട്ട് പാടുമ്പോഴും ഞാൻ ചില ശ്രദ്ധിക്കാറുണ്ട്, ചിലത് ഇതിൽ കൂടുതൽ കൈയടിക്കുകയില്ല. ഇതിൽ കൂടുതൽ വിശാലത വരട്ടെ. നമ്മുടെ ആത്മീയ നിലവാരം പൊളിച്ച് അതിനെ വലുതാക്കി മാറ്റണം. എന്താ കാര്യം? അവിടെ എഴുതിയിട്ടുണ്ടില്ലേ? ഏലിയാവ് മരിച്ചു. ഏലീശ ശുശ്രൂഷയ്ക്ക് ഏലീശ എങ്ങനെയാ വന്നത്? ഇരട്ടി ആത്മാവിന്റെ ഇരട്ടി ആത്മാവിന്റെ ശുശ്രൂഷ. ആര്? ഏലീശ എന്ന് പറഞ്ഞാൽ അവരുടെ ലീഡറ് കഴിഞ്ഞ കാലത്തെ ലീഡർ അല്ല. ഏലിയാവിനേക്കാൾ ഇരട്ടി ശക്തിയുള്ള ഏലീശ വന്നപ്പോൾ അവർക്ക് തോന്നി, ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം പൊളിച്ചു വലുതാക്കണം. ആത്മീകമായി വളരുമ്പോൾ ശാന്തം. യോർദാനോളം ഞങ്ങള് പോകും. മരങ്ങളെല്ലാം അവിടെ നിന്ന് വെട്ടി ഇവിടെ കൊണ്ടുവരും. പുറത്തൊക്കെ ചെന്ന് ഒത്തിരി മരം വെട്ടിക്കൊണ്ട് വരാനുണ്ട്. 2026 ഈ 10 പേരെയും കൊണ്ട് ഇവിടെ ഇരുന്നാൽ മതിയോ? പുറത്തോട്ട് പോയി വെട്ടണ്ടേ? എവിടെ? ജോലി സ്ഥലം, വീട്. വെള്ളിയാഴ്ച ഇവിടെ വരിക. കുഞ്ഞെ, നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ജോലി സ്ഥലം ഇവിടെയല്ല. മരം മുറിച്ചോണ്ട് വന്ന് പണിത് ആലയം വലിപ്പപ്പെടുത്തേണ്ടത് നിന്റെ ചുമതലയാ, ആ ഡ്യൂട്ടിയാണ്. അല്ലെങ്കിൽ നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ അതാണ്. ഹല്ലേലൂയ പറ. അല്ലാതെ അത് പാസ്റ്ററുടെ പണി അല്ലത്. ഹല്ലേലൂയ പറഞ്ഞ് ഇറങ്ങിപ്പോ എന്ത് ചെയ്യണം? മരങ്ങള് ചില കുടുംബത്തിൽ ചെല്ലണം, ചില കുടുംബങ്ങളെയൊക്കെ വെട്ടിയെടുക്കണം. ഈ ദേശത്ത് കർത്താവിന്റെ വേലയ്ക്ക് പറ്റിയ ചില ഉരുപ്പടികളുണ്ട്, അത് വെട്ടിക്കൊണ്ട് വരാതെ പറ്റുമോ? വെട്ടണ്ടേ പുറത്തോട്ട് പോയി? സ്തോത്രം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഇത്രത്തോളം ദൈവം നടത്തിയില്ലേ? ഇനി ദൈവത്തിന്റെ ആലയത്തിനൊരു വിശാലത നമ്മൾ വരുത്തണ്ടേ? ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ മരങ്ങളൊക്കെ വെട്ടിക്കൊണ്ടുവരണം കേട്ടോ. അപ്പം ദൈവം എന്നോട് പറഞ്ഞ ആലോചന ഞാനിപ്പോ പറയാൻ പോവുക കേട്ടോ. സ്തോത്രം. 2026 ദൈവാലോചന വചനമുണ്ട്, അവിടേക്ക് ഞാൻ വരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞ ആലോചന ഇങ്ങനെയാണ്. അവരെ മരം മുറിക്കാൻ പോയി. ഒരാള് കോടാലി ഊരി വെള്ളത്തിൽ പോയി. പ്രവാചകനെ വിളിച്ചു പറഞ്ഞു. ഉടനെ ആ കോടാലി ഒരു കമ്പ് വെട്ടിയിട്ടു, അത് പൊങ്ങി വന്നു.
അവരാ കോടാലിയും കൊണ്ട് പോയി മരം എന്ത് ചെയ്തു? വെട്ടി എടുത്തോണ്ട് വന്നു, പൊളിച്ച് പണിതു. പൊളിച്ച് അതിൻ്റെ അർത്ഥം പറയാൻ പോവാം. കോടാലി. ദൈവം നിന്നെ മരങ്ങളെ മുറിക്കുന്ന ആയുധമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ തയ്യാറാണോ അതിന്? ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം നിന്നെ ചില വൻ മരങ്ങളെ മുറിച്ച് ദൈവത്തിന്റെ വേലയോട് ചേർത്ത് പണിയുന്ന ഒരായുധമായ കോടാലിയെ പോലെ മൂർച്ചയുള്ള ഒരായുധമാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ പകൽക്കാലം എത്ര പേര് അതിന് തയ്യാറാ? ദൈവം ആക്കിക്കോളും, നീ അങ്ങ് നിന്നു കൊടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദേശത്ത് ചില മരങ്ങൾ മുറിക്കാനുണ്ട്. ആമേൻ. അതിന് ദൈവത്തിന് ആവശ്യം നിന്നെ ഒരായുധമാക്കണം, ഒരു കോടാലിയാക്കണം, ആ ഊർച്ചയുള്ള ഒരായുധമാക്കണം. എത്ര പേര് തയ്യാറാകും? ദൈവകൃപ ഏറ്റെടുത്തുകൊണ്ട്, ആത്മനിറവ് ഏറ്റെടുത്തുകൊണ്ട്, ദൈവശക്തി ഏറ്റെടുത്തുകൊണ്ട് മൂർച്ചയുള്ള ഒരായുധമായി നിങ്ങളാകുന്നെങ്കിൽ ദൈവത്തിന്റെ കരം കൊണ്ട് ചില വൻമരങ്ങളെ ആ കോടാലി കൊണ്ട് ദൈവം വെട്ടും. ഹല്ലേലൂയ പറഞ്ഞേ. വെട്ടിയെടുത്തോണ്ട് വരും. സ്തോത്രം പറ. പറ്റുമോ? പറ്റുമോ? സ്തോത്രം. അത് വെറും കുറെ പാട്ടും കുറെ കയ്യടിയൊക്കെ ആയിട്ട് നമുക്ക് 2026 പോയാൽ മതിയോ? എന്നാ പിന്നെ നമ്മൾ വിശ്വാസത്തിൽ ഇറങ്ങിയതേ. സ്തോത്രം. അതിൻ്റെ ആവശ്യമില്ലല്ലോ. സ്തോത്രം. 2026 ദൈവത്തിന് ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താ ചെയ്യാനുള്ള കാര്യങ്ങളെ? ഈ ഭൂമിയിലെ ചില കുന്നുകളും മലകളും പൊടിച്ച് നിരപ്പായ പാതയൊരുക്കി ദൈവമക്കൾക്ക് മുൻപോട്ട് പോകണമെങ്കിൽ നമ്മളൊരായുധമാകണം. ഏതായുധം? ബുൾഡോസർ, പല്ലുകളേറിയതും മൂർച്ച ഉള്ളതുമായ ഒരായുധമായി 2026 നിങ്ങൾ മാറിയില്ലെങ്കിൽ എന്ത് നടക്കത്തില്ല? ആമേ. കുന്നുകളൊന്നും മാറുകയില്ല, മലകളൊന്നും മാറി തരികയില്ല. മൂർച്ചയുള്ള ഒരു കോടാലി. മൂർച്ചയുള്ള കോടാലി ഉണ്ടെങ്കിൽ മരം വെട്ടി നമുക്ക് എടുക്കാനൊക്കത്തുള്ളൂ, ഇല്ലേ? സ്തോത്രം. ദൈവകൃപ ഏറ്റെടുത്തു. ഇനി ഒത്തിരി പാഠങ്ങള് പാസ്റ്ററുടെ ജീവിതത്തിൽ നമുക്ക് ഒരു പാഠമാണ്. എന്താ? അദ്ദേഹത്തിന്റെ ജോലിയില് കഴിഞ്ഞ ദിവസം ചില പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചു. പക്ഷെ ദൈവം അത്ഭുതം ചെയ്തു. അത് നമുക്കൊരു പാഠമാണ്. എന്താ നമുക്ക് പാഠം? ഞാൻ പണ്ട് പ്രസംഗിച്ച ഓർമ്മയുണ്ടോ? മുന്തിരിത്തോട്ടത്തിനകത്ത് അരികിൽ കൂടെ ശിംശോനും കുടുംബവും കടന്നുപോയി. ഒരു സിംഹം ചാടി. മനസ്സിലായോ? ഇല്ല അല്ലേ? സിംഹം കിടക്കേണ്ടത് വനത്തിലാ. മുന്തിരിത്തോട്ടത്തിൽ സിംഹം എന്ത് ചെയ്യല? കിടക്കത്തില്ല. അതുകൊണ്ട് ഒരിക്കലും ഇവിടെ സിംഹം കാണത്തില്ലെന്ന് ഓർത്താണ് അവരതുവഴി പോയത്. പക്ഷേ അവരെ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചില്ല. പക്ഷെ ഒരിക്കലും സിംഹം കാണാത്ത സ്ഥലത്ത്, അല്ലെങ്കിൽ സിംഹം ഒരിക്കലും ജീവിക്കാത്ത സ്ഥലമാണ് നാട്ടുംപുറം. നാട്ടുംപുറത്ത് സിംഹം വന്ന് ജീവിക്കുവോ? സിംഹം വരത്തില്ല, കാട്ടാന വരത്തില്ല, കടുവ ഒന്നും വരത്തില്ല. അതെല്ലാം കാട്ടിലെ കിടക്കത്തുള്ളൂ. പക്ഷെ ഈ സിംഹം കിടന്നത് കാട്ടിലല്ല. ഇതെവിടെയാ കിടന്നത്? മുന്തിരിത്തോട്ടത്തിന്റെ. അപ്പൊ ഒറ്റ വാക്കി ഞാൻ പറയാം. നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒന്നും കാണത്തില്ലെന്ന്, അല്ലേ? കാടല്ലാത്തത് കൊണ്ട് ഇവിടെ സിംഹം കാണത്തില്ലെന്നാണ് ശിംശോൻ കുടുംബവും വിചാരിച്ചത്. പക്ഷെ അവിടെ സിംഹം ഉണ്ടായിരുന്നു. മനസ്സിലായി നിങ്ങൾക്ക്? എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം പ്രതികൂലം ഉണ്ടാകത്തില്ലെന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മൾ അറിയാത്ത പ്രതികൂലങ്ങൾ പതുങ്ങിക്കിടപ്പുണ്ട്. ഹല്ലേലൂയ പറഞ്ഞ് നമ്മൾ ഓർക്ക് എന്റെ വിസയുടെ വിഷയത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, എന്റെ ജോലിയിൽ ഇപ്പൊ എല്ലാം എനിക്ക് അനുകൂലമായിട്ടാണ് കാണുന്നത്, എന്റെ ആത്മീയ നിലവാരവും മറ്റു നിലവാരവും ഒക്കെ നോക്കിയാല് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. കുഞ്ഞ്, അത് നിന്റെ കണ്ണിനാ. പക്ഷെ അവിടെ കിടപ്പുണ്ട്. ആരെ? പാത്ത് കിടപ്പുണ്ട് സിംഹം. സ്വത്രം പറഞ്ഞ് സിംഹം കിടക്കേണ്ടത് വനത്തിലാ. പക്ഷെ സിംഹം വനത്തിൽ പോയി കടന്നില്ല. എന്താ കാര്യം? അഭിഷിക്തൻ വനത്തിൽ കൂടെ അല്ല പോകുന്നത്, മുന്തിരിത്തോട്ടത്തിന്റെ സൈഡിൽ കൂടെ ആണെന്ന് ആർക്കറിയാം? ഉണ്ടോ? അപ്പോൾ നമ്മൾ ഓർക്കും ജോലിയൊക്കെ നല്ല ക്ലിയർ ആകട്ടോ, എന്റെ ജോലിയിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാകാം. നമുക്ക് തെറ്റി. ശിംശോനും കുടുംബം അതാ ചിന്തിച്ചത്. ഈ മുന്തിരിത്തോട്ടത്തിനോട് എന്ത് കാണത്തില്ല? അവിടെ കടുവയും സിംഹവും ഒന്നും കാണത്തില്ല. ഇത് നാട്ടുപുറമല്ലേ, ആൾക്കാർ താമസിക്കുന്ന സ്ഥലമല്ലേ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ അതിലെയാ പണി വന്നത്. അതിലെയാണ്
അപ്പൊ എല്ലാവരോടും ഞാൻ പറയുന്നു, ജോലി ഏറ്റെടുത്ത് 2026 പ്രാർത്ഥിച്ചോണം. നീ അറിയാത്ത പ്രതിസന്ധികൾ ഒരിക്കലും പ്രതികൂലം വരത്തില്ലെന്ന് വിചാരിക്കുന്നിടത്ത് സാത്താൻ എന്തുണ്ട്? ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുക. ശിംശോനും മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഒക്കെ എല്ലാവർക്കും ശിംശോനും അപ്പനും അമ്മയും ശിംശോനും 3 പേരുണ്ട്. അപ്പൻ തലക്ക പോയി, സിംഹം അല്ലെങ്കിൽ ഇല്ല. അമ്മ പോയി, സിംഹം അല്ലെങ്കിൽ ഇല്ല. ശിംശോൻ ചെന്നപ്പോൾ ചാടി വീണു. ശിംശോൻ ചെന്നപ്പോൾ അതെന്താ അങ്ങനെ? സാധാരണ സിംഹം അപ്പം പോയിട്ട് അപ്പനെ പിടിച്ചില്ല, അമ്മ പോയിട്ട് അമ്മയെ പിടിച്ചില്ല. ഈ ശിംശോനെ കണ്ടപ്പോൾ ചാടി വീണു. അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കിക്കോണം, സിംഹത്തിന് വേണ്ടത് പ്രാർത്ഥിക്കുന്നവരെയാണ്. ശിംശോൻ ദൈവത്തിന്റെ അഭിഷിക്തനാണ്. ശിംശോൻ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ്. ദൈവിക ശുശ്രൂഷ ഏറ്റെടുത്ത് നടത്തുന്ന ആളാണ്. ശിംശോൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, പിശാചിന് വേണ്ടത് വിശ്വാസത്തിൽ നിൽക്കുന്നവരെയാണ്, അല്ലാത്തവരെ പുള്ളിക്ക് വേണ്ട. അപ്പനെ പുള്ളിക്ക് വേണ്ടെന്ന് സ്വോത്രം. കാരണം അപ്പനെ ദൈവം ശുശ്രൂഷയ്ക്ക് വേർതിരിച്ചിട്ടില്ല, അപ്പനെ ദൈവം ശുശ്രൂഷയ്ക്ക് വിളിച്ചിട്ടുമില്ല, അമ്മയെ വിളിച്ചിട്ടുമില്ല. പക്ഷെ ഈ പുള്ളിയെ വിളിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം പറയുന്നു, 2026 പിശാചിന് വേണ്ടത് ആരാധിക്കുന്ന നിന്നെയാണ്, പ്രാർത്ഥിക്കുന്ന എന്നെയാണ്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മൾ പോകേണ്ട കാലമാണിത് കേട്ടോ. ഓക്കെ, സ്തോത്രം. എല്ലാം 2026 ദൈവത്തിന്റെ ദൂതാ ഞാനീ പറഞ്ഞു. സ്തോത്രം. ഞാൻ ഒന്നുകൂടെ പറയാം, എന്നിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആവർത്തന പുസ്തകം 2-ാം അധ്യായം പെട്ടെന്നെടുത്ത് 1, 2, 3 വാക്യങ്ങൾ വായിക്കാം. അനന്തരം യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ നാം തിരിഞ്ഞു ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു. നാം ഏറിയ നാൾ സെയീർ പർവ്വതത്തെ ചുറ്റി നടന്നു. പിന്നെ യഹോവ എന്നോട് കൽപ്പിച്ചത്, നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി, വടക്കോട്ട് തിരിമി. മതി. വാക്യം കണ്ട് അടി വരയിട്ട് എല്ലാരും. ആമേ. ഇസ്രായേൽ ഇങ്ങനെ മരുഭൂമി കൂടെ യാത്ര പോവുകയാണ്. അവിടെ വായിച്ച കേട്ടോ, ഏറിയ നാൾ എന്ത് ചെയ്തു? സെയീർ പർവ്വതത്തെ ചുറ്റി നടന്നു. കർത്താവ് പറഞ്ഞു, ഇനി നിർത്ത്, നിങ്ങൾ ഈ പർവ്വതത്തെ ചുറ്റിയത് മതി. എനിക്കും അതാ പറയാനുള്ളത്. ദൈവമക്കളെ, ചിലതിനകത്ത് കിടന്ന് കറങ്ങുക. ഇനി നീ അതങ്ങ് നിർത്തേ. നിന്നെ ദൈവം വിളിച്ചത് അങ്ങനെ സെയീർ പർവ്വതത്തിന് റൗണ്ട് വെക്കാനല്ല വിളിച്ചത്, അവിടെ കിടന്ന് ചുറ്റാനല്ല വിളിച്ചത്. ആമേ. കർത്താവ് പറയാണ്, മോശെ നീ പറ അവളോട്, ഇനി ഇതിനകത്ത് കറങ്ങാനെന്ന് പറ. അവരെങ്ങോട്ട് പോകട്ടെ? വടക്കോട്ടെ. ചിലര് ഇപ്പോഴും കറക്കുക. ഇതുവരെ ദൈവസന്നിധിയിലെ നേരെ പോകാൻ അവർ തയ്യാറായിട്ടില്ല. ഹല്ലേലൂയ. സെയീർ പർവ്വതത്തെ ചുറ്റുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ചിലരെന്ത് ചെയ്യുന്നു? അവരുടെ പ്ലാനില് അവരുടെ പദ്ധതിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കറങ്ങുക. കുഞ്ഞെ, ആ കറക്കം നിർത്തെ. ദൈവം നീ ചില പ്ലാനും പദ്ധതി ഉണ്ടാക്കി അതിനകത്ത് കിടന്ന് കറങ്ങാനല്ല ഒടേതമ്പരാൻ നിന്നെ ഇറക്കിക്കൊണ്ട് വരുന്നത്. ദൈവം നിന്നെ മുൻപോട്ട് നടത്തുന്നത്. ആമേ. ദൈവത്തിന് ചില പദ്ധതികൾ നിന്നെ കുറിച്ചുണ്ട്. അതുകൊണ്ട് ഈ രാത്രിയിൽ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഇന്ന് രാത്രിയിൽ എന്തിനെയെങ്കിലും കേന്ദ്രീകരിച്ച് നീ കറങ്ങുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കേ. മതി. സ്തോത്രം. സ്വന്തം പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കറങ്ങുക അല്ലേ? ചിലരുടെ ലക്ഷ്യം ലോകപരമായ ചില കാര്യങ്ങളൊക്കെയാ, അതിനകത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങുക. സ്തോത്രം. ആമേ. അവസാനം സാഹി എത്ര നാളാ കറങ്ങിയത്? അവിടെ എഴുതിയ എടുക്കണ്ടോ? ഏറിയ നാള്. 1-2 മാസം ഒന്നുമല്ല, വർഷങ്ങളായി കറക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ദൈവവൈതലേ, ആമേ, ദൈവം നിന്നെ വിളിച്ചിറക്കുന്നത് വിശ്വാസത്തിൽ മുൻപോട്ട് പോകാനാണ്, വിശ്വാസയാത്ര മുൻപോട്ട് നീങ്ങാനാണ്, ദൈവത്തിന്റെ ഹിതപ്രകാരം നീ മുന്നേറാനാണ്. എന്നാൽ പലപ്പോഴും മുന്നോട്ട് പോകാതെ ചില പ്രശ്നങ്ങളും ചില കാരണങ്ങളും ചിലതൊക്കെ പറയുകയും ചിലതൊക്കെ ചിന്തിക്കുകയും ചെയ്ത്
വളരെ വർഷങ്ങളായി ചിലരിങ്ങനെ കറങ്ങുകയാണ്. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ആ കറക്കം അവസാനിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? ആ പറഞ്ഞ പദം കേട്ടോ, ആമേൻ. എങ്ങോട്ട് തിരിയണമെന്നാ പറഞ്ഞത്? വടക്കോട്ട്. വടക്ക് എന്തിനെ കാണിക്കുന്നു? ഉയരത്തെ കാണിക്കുന്നു. സ്വത്രം പറഞ്ഞ് വടക്ക് ദിശ എന്ന് പറയുന്നത് ഉയരത്തെ കാണിക്കുന്നതാണ്. കർത്താവ് പറയാണ്, നീ ഉയരങ്ങളിലേക്ക് തിരിയ, നീ ഉന്നതങ്ങളിലേക്ക് തിരിയ, ദൈവസന്നിധിയിലേക്ക് തിരിയ, ദൈവിക പദ്ധതിയിലേക്ക് തിരിയുക. 2026 ഇന്ന് രാത്രിയിൽ എന്ത് ചെയ്യാം? ഇതുവരെ കറങ്ങിയതെല്ലാം നടത്തിയിട്ട് ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലേക്ക് നീ തിരിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞ് ഉയരങ്ങളിലേക്ക് നീ തിരിയേണ്ടിയിരിക്കുന്നു. കാരണം നിന്നെ കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്, നിന്നെ മുൻപോട്ട് കൊണ്ടുപോകാനുണ്ട്. നിനക്ക് വേണ്ടി പാലും തേനും ഒഴുകുന്ന ഒരു ദേശമുണ്ട്. നമ്മുടെ മലയാള ഭാഷയെ പറഞ്ഞാൽ ഒരു അക്ഷരിക കനാൻ, എന്നാൽ നമ്മുടെ ആത്മീയ ഭാഷയെ പറഞ്ഞാൽ ഒരു സ്വർഗീയ കനാൻ ഒരുക്കിയിട്ടിരിക്കുന്നു. അതിലേക്ക് കൊണ്ടുപോകാൻ ആ ദൈവം നിന്നെ ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിലെ ചില കാര്യങ്ങളിൽ കറങ്ങാനല്ല. സ്തോത്രം പറ. ഇവിടെ നമുക്ക് ഏറെയായാൽ എത്ര വർഷമാ? 70 ഉള്ളൂ. അതുകൊണ്ട് ഇത് കഴിയുമ്പോൾ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കറക്കം നടത്തണം. തീരുമാനിച്ചോ? ഇനി എന്ത് ചെയ്യാൻ പാടില്ല? ലോകത്തിൽ കിടന്ന്, പാപത്തിൽ കിടന്ന്, ദൈവഹിതമല്ലാത്ത ജീവിതത്തിൽ കിടന്ന്, ദൈവത്തിന്റെ പദ്ധതി അല്ലാത്തോടത്ത് കിടന്ന്, ദൈവികമായ പ്ലാനിൽ അല്ലാത്തോടത്ത് കിടന്ന് കറങ്ങുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കറക്കം അവസാനിപ്പിക്കണം. അവസാനിപ്പിക്കണം. നീ വടക്കോട്ട് തിരിയണം, ഉയരങ്ങളിലേക്ക് തിരിയണം. ദൈവത്തിന് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകാനുണ്ട്. സ്തോത്രം. തീരുമാനിച്ചോ? ഇനി ഞാൻ ലോകപ്രകാരം ലോകത്തിലുള്ളതിലും ലോകത്തിന്റെ ചില കാര്യങ്ങളിലും ഒക്കെ കറങ്ങത്തില്ല. ഇന്ന് രാത്രി ഞാൻ ആ കറക്കം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഏറിയ നാളായി, ചിലർ 10 വർഷമായി, ചിലർ 15 വർഷമായി, ചിലരെന്ത് ചെയ്തു? അതിൽ കൂടുതലായി ഇങ്ങനെ കറങ്ങുക. പാരമ്പര്യങ്ങളും ചുറ്റുപാടുകളും അതിനകത്തെല്ലാം ഇങ്ങനെ കറക്കവാ. സ്തോത്രം. ഇങ്ങനെ കറങ്ങാനാണോ കുഞ്ഞാടിന്റെ രക്തം കൊടുത്ത് കർത്താവ് നിന്നെ മിസ്രൈമിൽ വിരിവിച്ച് കൊണ്ടുവന്നത്? ഈ സേയിർ പർവ്വത്തിൽ കിടന്ന് ചുറ്റാനാണോ? ഹല്ലേലൂയ പറഞ്ഞേ. ഇനി നീ ലോകത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം കറങ്ങാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, ചുറ്റാനല്ല വിളിച്ചത് കേട്ടോ. തീരുമാനമെടുത്തോ ഇന്ന് രാത്രി? തീരുമാനമെടുത്തോ ഇന്ന് രാത്രിയില്? ഇനി ഞാൻ പാപത്തില്, ദൈവഹിതമല്ല ില്, ദൈവിക പദ്ധതി അല്ലാത്തതില്, വിശ്വാസയാത്ര അല്ലാത്തതില് ഇനി ഞാൻ കറങ്ങത്തില്ല. എന്നേക്കുമായി ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവ് ഒന്നുകൂടെ വായിച്ചേരി. ആവർത്തന പുസ്തകം 2-ാം അധ്യായം വായിച്ചു. അനന്തരം യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ നാം തിരിഞ്ഞു ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു. ഏറിയ നാൾ സേയിർ പർവ്വതത്തെ ചുറ്റിനടന്നു. യഹോവ എന്നോട് കൽപ്പിച്ചത്, നിങ്ങൾ ഈ പർവ്വതം മതി. അത് സേയിർ പർവ്വതം അവര് ചുറ്റിക്കോട്ടെ. അത് ചുറ്റാനല്ല നമ്മളെ വിളിച്ചത്. ആണോ? നമ്മളെ വിളിച്ചത് അതിനകത്ത് ഇറങ്ങാനല്ല വിളിച്ചത്. നമ്മളെ വിളിച്ചത് കനാലിലേക്ക് പോകാനാ. ഹല്ലേലൂയ പറഞ്ഞേ. അത് ലോകക്കാര് കറങ്ങട്ടെന്നേ, അവര് ഇറങ്ങിക്കോട്ടെ. പാപത്തിനകത്തും ദൈവഹിതമല്ലാത്തതിലും ദൈവിക പദ്ധതി അല്ലാത്തതിലുമല്ല അവര് കറങ്ങട്ടെ. നിന്നെ വിളിച്ചത് അവിടെ കറങ്ങാനല്ല. മനസ്സിലായോ? രാത്രിയില് യേശുവേ നന്ദി. തീരുമാനമെടുത്തെന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ ഞാൻ അത്ര കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. 3 കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. ഒന്ന്, 2026 ദൈവത്തിന് നിന്നെ വലിയൊരു ആയുധമായിട്ട് വേണം. എന്തിന്? ദൈവത്തിന് ചില മലകളെയും ചില കുന്നുകളെയും പൊടിച്ചും പേറ്റിയും കളയുവാൻ ഒരായുധം ആവശ്യമാണ്. ദൈവം നിന്നെ ഒരായുധമാക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര പേര് അതിന് തയ്യാറാകും? എത്ര പേര് അതിന് തയ്യാറാകും? ഇസ്രായേലേ, ഞാൻ നിന്നെ പല്ലുകൾ ഏറിയതും പിന്നെ മൂർച്ച ഉള്ളതുമായ ഒരായുധമാക്കി മെതിവണ്ടിയാക്കാൻ പോകുന്നു. എന്തിനാണ്? എനിക്ക് ചില കുന്നുകളെ പൊടിച്ചു കളയാൻ. ഹല്ലേലൂയ പറഞ്ഞ് ചില പർവ്വതങ്ങളെയൊക്കെ പൊടിച്ചു കളയാൻ, ചിലതിനെ പതിര് പോലെ പേറ്റിക്കളയുവാൻ എനിക്ക് നിന്നെ ഒരായുധമായിട്ട് വേണം. സ്തോത്രം.
രണ്ട് ഹല്ലേലൂയ പറഞ്ഞ് രണ്ട് കൈയടിച്ച് പോകുന്ന ഒരു വിശ്വാസിയായിട്ടല്ല ദൈവത്തിന് നിന്നെ വേണ്ടത്. പല്ലുകളേറിയ ഒരു ആയുധമായിട്ട് വേണം. മുറിച്ച് ദൈവത്തിന്റെ വേലയിൽ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാനുണ്ട്. ദൈവത്തിന്റെ പദ്ധതി ഈ ഭൂമിയിൽ നിറവേറാൻ കഴിയാതെ മലകളും കുന്നുകളും നിറഞ്ഞിരിക്കുന്നതെല്ലാം പൊടിച്ചു മാറ്റി എല്ലാം പേറ്റിക്കളഞ്ഞ് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഒരു നിരന്ന പാത ഒരുക്കുവാൻ നിന്നെ ഒരായുധമായിട്ട് 2026 ദൈവത്തിന്റെ കരത്തിൽ സമർപ്പിക്കേ. സ്തോത്രം, സമർപ്പിക്കേ. എത്ര പേരതിന് തയ്യാറാകുന്നു? എത്ര പേരതിന് തയ്യാറാകുന്നു? രണ്ടാമതെന്താ പറഞ്ഞത്? ദൈവത്തിന് ചില മരങ്ങൾ മുറിക്കാൻ എന്നെ ഒരു കോടാലിയാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു, ഒരായുധമാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ബഗറിന്റെ പ്രദേശത്ത് പാപത്തിൽ കിടക്കുന്ന ചില കുടുംബങ്ങള്, പാപത്തിൽ കിടക്കുന്ന ചില മരങ്ങള് അവിടുന്ന് വെട്ടിയെടുക്കണമെങ്കിൽ ദൈവത്തിന് ആയുധം ആവശ്യമാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ആയുധം നമ്മൾ ഓരോരുത്തരുമാണ്. ദൈവം നമ്മളെ ഊർജ്ജമുള്ള കോടാലിയാക്കിക്കൊണ്ട് 2026 ചില മരങ്ങൾ വെട്ടി ഇവിടെ കൊണ്ടുവന്ന് ഈ പള്ളിയോട് ചേർത്ത് കർത്താവിന് പണിത് ഇതിന്റെ ഇടുക്കം മാറ്റാനുണ്ട്, ഇതിന്റെ ഞെരുക്കം മാറ്റാനുണ്ട്, ഇതിന് വിശാലത വരുത്താനുണ്ട്. നമ്മളതിന് തയ്യാറാകണം. മൂന്നാമത് പറഞ്ഞെന്തുവാ? ദൈവ പദ്ധതി അല്ലാത്തതിനകത്തുള്ള കറക്കം അവസാനിപ്പിക്കാൻ. സെയീർ പർവ്വതം നിന്നെ കറങ്ങാനല്ല ഇസ്രായേലിനെ ദൈവം വിളിച്ചത്. ഇങ്ങോട്ട് പോരുമ്പോ അതുവഴി ഒന്ന് പോരുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ വർഷങ്ങളോളം കിടന്ന് അതിനകത്ത് കറക്കവാ. ഏറിയ നാളെന്ന് അവിടെ എഴുതിയേക്കുന്നത്. നമുക്ക് സങ്കടമുണ്ട്. ചിലരെയൊക്കെ വിളിച്ചത് എന്താ? ഈ ലോകപരമായിട്ട് പോകാനല്ല, ലോകത്തിൻ്റെതായ താല്പര്യങ്ങളിലും ഇഷ്ടങ്ങളിലും കറങ്ങി ഇവിടെ ജീവിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. കറക്കം അവസാനിപ്പിക്ക്, ഒരു സ്വർഗീയ കനാനിലേക്ക് നടക്കാനാ വിളിച്ചത്. അതിനാണ് നമ്മളെ വിളിച്ചത്. അതുകൊണ്ട് വളരെ ശക്തമായി ദൈവം മോശയോട് പറഞ്ഞ്, ജനത്തോട് പറ, ഇനി അവരിവിടെ കറങ്ങരുത്, ഇനി അവരിവിടെ കറക്കം അവസാനിപ്പിച്ചിട്ട് വടക്കോട്ട് തിരിഞ്ഞോളാൻ പറഞ്ഞത്. ഉയരത്തിലേക്ക് അവര് തിരിയാനാ പറഞ്ഞത്. സ്തോത്രം. ഇപ്പൊ അത്രയും പറഞ്ഞ് അത് വിടുന്നു. ഹല്ലേലൂയ. കേട്ടല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം. അപ്പൊ കരുതലുകള് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഇനി ഒരു വലിയ കരുതൽ പറയാം. സ്തോത്രം. യേശുവിനെ ഗെത്സമന തോട്ടത്തിൽ വെച്ച് യേശുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് വന്നു. മതത്തിൻ്റെ പോലീസും റോമ ഗവൺമെൻറ്റിൻ്റെ പോലീസും രണ്ട് കൂട്ടരും കൂടെ വരുന്നത്. അപ്പോൾ യേശു അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഇവരെല്ലാം തെറിച്ചുപോയി. അപ്പോൾ യേശു ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ. അപ്പോൾ അവസാനം പറഞ്ഞു, അത് ഞാനാകുന്നു. സ്തോത്രം. യേശുവിനെ അവരെ അറസ്റ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മളെന്താ പഠിച്ചത്? പ്രാർത്ഥന കഴിഞ്ഞ് യേശു എഴുന്നേറ്റപ്പോൾ അവരെല്ലാം തെറിച്ച് അവരുടെ കയ്യിൽ ആയുധങ്ങളെല്ലാം പോയി. ഒറ്റ വാക്കി ഞാൻ പറയും. പ്രാർത്ഥന കഴിഞ്ഞ് യേശു എഴുന്നേറ്റു. യേശുവിൻ്റെ നേരെ ആയുധങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. ആയുധം പിടിച്ച പോലീസും ആയുധവും തെറിച്ചുപോയി. ഒറ്റ വാക്കി ഞാൻ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ചില ആയുധങ്ങളെ നേരിടാൻ പ്രാർത്ഥിക്കുന്നവർക്കേ കഴിയും. സ്തോത്രം പറഞ്ഞ് റോമ ഗവൺമെന്റിന്റെ ആയുധങ്ങളുടെ മുൻപിൽ അതിനെ നേരിട്ടുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുവാൻ യേശുവിന് കഴിഞ്ഞ. എന്താ കാര്യം? യേശു ഗെത്സമനായി പ്രാർത്ഥിക്കുകയായിരുന്നു. അതുകൊണ്ട് റോമ ഗവൺമെന്റിന്റെ പോലീസിന്റെ കയ്യിലിരിക്കുന്നത് വലിയ വലിപ്പമുള്ള കുന്തമാണ് ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയ വലിപ്പമുള്ള കുന്തങ്ങളും വാളുകളും ഒക്കെയാണ് അവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങള്. ഈ ആയുധം
ആയുധവും ആളുകളും തെറിച്ചുപോയി. എന്തുകൊണ്ട്? പ്രാർത്ഥിച്ച യേശുവിന്റെ മുൻപിൽ ആയുധം തകർന്നു വീഴുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ആമേ. പട്ടാളക്കാര് തകർന്നു വീഴുകയാണ്. അതുകൊണ്ട് 2026 പ്രാർത്ഥന കുറഞ്ഞാൽ ആയുധങ്ങളെ നേരിടാൻ നിനക്ക് കഴിയില്ല. ശത്രുവിന്റെ ആയുധങ്ങൾ പലപ്പോഴും നമ്മുടെ കുടുംബം തകർക്കും. ശത്രുവിന്റെ ആയുധങ്ങൾ നമ്മുടെ ജോലിയെ തകർക്കും. ശത്രുവിന്റെ ആയുധങ്ങൾ നമ്മുടെ വിശ്വാസത്തെ തകർക്കും. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലായി നീ മാറിയില്ലെങ്കിൽ ആയുധങ്ങൾ നിന്റെ ജീവിതത്തെ തകർത്ത് കളയും. യേശുവിനെ തൊടുവാൻ റോമാ ഗവൺമെന്റ് ആയുധങ്ങൾക്ക് യേശുവിനെ മുറിവേൽപ്പിക്കാൻ കഴിഞ്ഞില്ല. തൊടാൻ കഴിഞ്ഞില്ല. അവരെല്ലാം തെറിച്ചു പോയി. അവരാരും തീർത്തില്ല. യേശു ഏൽപ്പിച്ചു കൊടുത്തു. അത് പ്രവചനം നിറവേറാൻ വേണ്ടിയാ. യേശു പ്രവചനം നിറവേറാൻ വേണ്ടിയാ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതിൻ്റെ പ്രത്യേകത. സ്തോത്രം. ആമേ. അപ്പോൾ യേശുവിനെ പിടിക്കുന്നത് കണ്ടപ്പോൾ പത്രോസിനെ അത് താങ്ങാൻ കഴിഞ്ഞില്ല. ഇത് വലിയൊരു ചിന്തയപ്പോൾ, വലിയൊരു ആലോചന കേട്ടോണോ ഇത് കേട്ടോ. ദൈവത്തിൻ്റെ ഒരു കരുതൽ, ഭയങ്കര കരുതലാണ്. പത്രോസ് പെട്ടെന്ന് വാളെടുത്ത് റോമൻ ശതാധിപന്റെ കാത് വെട്ടി. ശതാധിപൻ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റനാണ്. ഒരു ബറ്റാലിയത്തിൻ്റെ ആളാണ് ഈ ക്യാപ്റ്റൻ, ലീഡറാണ്. അത് റോമൻ ബറ്റാലിയൻ 6,000 റോമൻ ബറ്റാലിയത്തിൻ്റെ കണക്ക്. 6,000 പട്ടാളക്കാരുടെ മേലധികാരിയാണ്. അയാളുടെ കാതങ്ങ് വെട്ടിക്കളഞ്ഞു. സ്തോത്രം. ഓക്കെ. ഈ ഒരൊറ്റ കുറ്റം, റോമൻ ശതാധിപന്റെ കാത് വെട്ടിയത് കൊണ്ട് പത്രോസിന് ഒരിക്കലും ജയിലിൽ നിന്ന് വെളി വരാൻ പറ്റത്തില്ല. മരിക്കുന്നവരെ പത്രോസ് ലോക്കപ്പിലാണ്. സ്തോത്രം. കാരണം റോമൻ ശതാധിപന്റെ കാതാ വെട്ടിയേക്കുന്നത്. റോമാക്കാരാ രാജ്യം ഭരിക്കുന്നത്. ആ രാജ്യം ഭരിക്കുന്ന ശതാധിപന്റെ കാത് വെട്ടി പത്രോസ് ദൂരെ കളഞ്ഞു. ആ ഒരൊറ്റ കേസിൽ പത്രോസ് മരിക്കുന്നത് വരെ ലോകം കാണത്തില്ല, ഇരുട്ടറെ കിടക്കും. പക്ഷേ കർത്താവ് എന്ത് ചെയ്തെന്നറിയാവോ? ആ കാതെടുത്ത് വെച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്, പഴയതുപോലെ വെച്ചു. അർത്ഥം മനസ്സിലായോ? ഇല്ല. റോമൻ ശതാധിപന് റോമാ ഗവൺമെന്റിനും പത്രോസിന്റെ പേരിൽ കേസെടുക്കാൻ പറ്റില്ല. കാരണം കാത് വെട്ടിയെന്നുള്ളതിന് തെളിവില്ല. പഴയതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന പോലെ ആ ചെവി അവിടെ ഇരിപ്പുണ്ട്. ഒരു ചെറിയ പാടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ തെളിവ് വെച്ചോണ്ട് പത്രോസിനെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. വർഷങ്ങളോളം മരിക്കുന്നത് വരെ ജയിലിൽ തന്നെ കിടക്കുമായിരുന്നു. എന്നാൽ പത്രോസ് റോമൻ ശതാധിപന്റെ കാത് വെട്ടി എന്നുള്ളതിന് ഒരു പോറല് പോലും അവർക്ക് തെളിവ് കൊടുക്കാൻ ഇല്ലാതെ വണ്ണം കർത്താവ് ഒരു അത്ഭുതം അങ്ങ് ചെയ്തു. ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ പറയട്ടെ, അല്ലായിരുന്നെങ്കിൽ പത്രോസ് എന്ന മനുഷ്യൻ ഒരു ലേഖനവും എഴുതത്തില്ല. പത്രോസ് എന്ന മനുഷ്യൻ അപ്പോസ്തലനും ആകത്തില്ല. ആ പത്രോസ് എന്ന മനുഷ്യന് ബൈബിളിൽ നമ്മൾ കാണുകയില്ല. കർത്താവിന്റെ ആ ഒരൊറ്റ പ്രവൃത്തിയാണ് പത്രോസ് ജീവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഒറ്റ വാക്കി ഞാൻ അർത്ഥം പറയുകയാണ്, മരണപര്യന്തം വരെ ജീവിക്കുന്ന നാള് മുഴുവനും ജയിലിൽ കിടക്കേണ്ട പത്രോസിനെ ഒരു 10 മിനിറ്റ് പോലും ജയിലിൽ കിടക്കാതെ വണ്ണം പത്രോസിനെ കരുതിയ ഒരു അനുഭവം പത്രോസിനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഭാരവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. എത്ര വർഷം അയാൾ ജയിലിൽ കിടക്കണമായിരുന്നു? മരിക്കുന്നവരെ കിടക്കണ്ടേ ജയിലിൽ? അല്ലെങ്കിൽ തൂക്കിക്കൊല്ലും. ഇത് രണ്ടും ചെയ്യാൻ ഇവർക്ക് പറ്റുകയല്ല. എന്താ കാര്യം? തെളിവ് വേണ്ട. ചുമ്മാ ഒരുത്തിനെ കേളിക്കൊണ്ടിടാൻ നിൽക്കുവോ? ഇവൻ റോമൻ ശതാധിപന്റെ കാത് വെട്ടിയെന്നുള്ളൊരു തെളിവില്ല. കാരണം പഴയതുപോലെ തന്നെ ആ കാത് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അവരെങ്ങനെ കാണിക്കാനാ? സ്തോത്രം. ഒരു ചെറിയ മുറിവുണ്ടായിരുന്നെങ്കിൽ ആ ഒറ്റ മുറിവ് മതിയായിരുന്നു പത്രോസിനെ ലോക്കപ്പിലിടാൻ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ,
വലിയ ചില പ്രശ്നങ്ങളും വലിയ ചില പ്രതിസന്ധികളും അനുഭവിക്കേണ്ട സ്ഥാനത്ത് ഒരു പോറൽ പോലും വെക്കാതെ ദൈവം കരുതിയില്ലേ? ദൈവം കരുതിയില്ലേ? പത്രോസ് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ 50-60 വർഷം ജയിലിനകത്ത് കിടന്ന് മരണം വരെ അതിനകത്ത് കിടക്കേണ്ടവന് 10 മിനിറ്റ് പോലും അതിനകത്ത് കിടക്കാതെ വണ്ണം ദൈവം അത്ഭുതകരമായി കരുതിയെങ്കിൽ ദൈവം ഇതിനെ 2025 നിന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നം നേരിടേണ്ട സ്ഥാനത്ത് ദൈവം നിന്നെ അത്ഭുതകരമായി കരുതിയില്ലേ? അത്ഭുതകരമായി കരുതിയില്ലേ? അത്ഭുതകരമായി കരുതിയില്ലേ? ആ ദൈവത്തിന് നന്ദി കൊടുക്കണ്ടേ? ആ ദൈവത്തിന് നന്ദി കൊടുക്കണ്ട. സ്വത്രം പറഞ്ഞ് ചിലരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. വാഹനം കൊണ്ട് ഇടിച്ചപ്പോൾ ഒരു പോറല് പോലും ഇല്ലാതെ ദൈവം നിന്നെ കരുതിയില്ലേ? സ്വത്രം പറ. അവിടെ ദൈവം കരുതിയില്ലായിരുന്നെങ്കിൽ എത്ര മാസം കിടക്കണമായിരുന്നു സൽമാനിയാല്? സ്തോത്രം പറഞ്ഞേ. അവൻ 3-4 മാസം സൽമാനിയായി കിടന്നാലും കൈയുടെയും കാലിന്റെ ഒടിവ് മാറാതെ നാം ഹോസ്പിറ്റലിൽ അഭയം പ്രാപിക്കേണ്ട സമയം ഒരു പോറല് പോലും വെക്കാതെ അവിടെ ദൈവം നിന്നെ കരുതിയില്ലേ? ഒരല്ലേലിയ പറഞ്ഞ് ഒരു പോറല് പോലും വെക്കാതെ സർവശക്തനായ ദൈവം നമ്മെ കരുതി. ആ വലിയ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പത്രോസ് പറയാണ്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതും. കാരണം എന്നെ അവൻ കരുതിയതാ. റോമൻ പട്ടാളക്കാരന്റെ കാത് വെട്ടിയപ്പോൾ ഒരു ചെറിയ തെളിവ് പോലും ഞാൻ ആ കാത് വെട്ടിയെന്ന് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അവിടെ ദൈവം കരുതിയില്ലായിരുന്നെങ്കിൽ എന്റെ ആയുസ് മുഴുവനും ജയിലിലാണ്. നമുക്കിത് 2 ലേഖനം കിട്ടുമായിരുന്നോ? ഇല്ല. സ്തോത്രം. പത്രോസ് അപ്പോസ്തലനാകുമായിരുന്നോ? ആദ്യത്തെ പ്രസംഗത്തിൽ 3000 പേരെ സ്നാനപ്പെടുത്തിയില്ലേ? ഈ വല്ല കാര്യം നടക്കുമായിരുന്നോ? ആമേ. ദൈവവൈതലേ, ദൈവത്തിന്റെ കരുതലാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. സ്തോത്രം. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം. സ്തോത്രം. എത്ര അത്ഭുതകരമായി കരുതി. സ്തോത്രം. ഒരെണ്ണം കൂടെ പറഞ്ഞു പ്രാർത്ഥിക്കാം. ഇപ്പൊ 2026 ദൈവം കരുതും. അപകടങ്ങളും അനർത്ഥങ്ങളും ജയിൽവാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ട സ്ഥാനത്ത് ദൈവം കരുതി. പത്രോസിനെ ജയിലിൽ പോകാനോ ആമേ പിന്നെ ആരുടെ ഇടിയും കൊള്ളാനോ ഒന്നും ആ നാമത്തിൽ ദൈവം അനുവദിച്ചില്ല. അല്ലെങ്കിൽ റോമാ ഗവൺമെന്റ് ചാവട്ടിക്കൂട്ടി എവിടെ എടുത്തിടും? ഇരുട്ടതക്കകത്ത് കയറ്റിയിടും. ചാവട്ടിക്കൂട്ടി റോമൻ പട്ടാളക്കാർ അവരെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ശതാധിപനെ വെട്ടിയാ വെറുതെ വിടുവോ? അവര് അല്ലേലിയാ പറഞ്ഞേ. അവരുടെ ശതാധിപനെ വെട്ടിയാ വെറുതെ വിടുവോ? അല്ലേലിയാ പറഞ്ഞേ. പക്ഷേ പത്രോസിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പത്രോസ് അത് ജയിലെന്നുള്ളതിന് തെളിവ് വേണ്ടേ? എവിടുന്ന് കൊടുക്കാനാ തെളിവ്? അല്ലേലിയാ പറ. തെളിവില്ലാതെ ആ കാത് പഴയതുപോലെ അവിടെ ഇരിപ്പുണ്ട്. അവിടെ ഒരു പോറന് വന്നിരുന്നെങ്കിൽ ആ പോറന് കാണിച്ചാൽ മതിയായിരുന്നു. പത്രോസ് അകത്ത് പോയത്. സ്വന്തം കണ്ടോ? ദൈവം കരുതുന്ന എത്ര അത്ഭുതകരമായ നിലയിലാണ് കർത്താവ് കരുതുന്നത്. ഇനിയും യോഹന്നാൻ 21 കർത്താവ് അന്വേഷിച്ചു വരികയാണ്. അവര് പറഞ്ഞു, ഞങ്ങൾ മീൻ പിടിക്കാൻ പോവുക. പത്രോസ് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാരെല്ലാം പറഞ്ഞു, എന്നാൽ ഞങ്ങൾ പോരുക. അവര് അങ്ങ് മീൻ പിടിക്കാൻ പോകും. കർത്താവ് വെളുപ്പാൻ കാലത്ത് ഇവരെ അന്വേഷിച്ചു വരികയാണ്. ഇവരെ തിരക്കി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവരെ തിരക്കി കടപ്പുറത്ത് വന്നിട്ട് കർത്താവ് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വെളുപ്പാകാലമായപ്പോൾ ഇവരുടെ ബോട്ട് എന്ത് ചെയ്യുന്നു? കരക്കോട്ട് അടുക്കുക. വളരെ ശ്രദ്ധിച്ചിട്ട് കേൾക്കണം കേട്ടോ. കരക്കോട്ട് വരുമ്പോൾ കർത്താവ് ഇവരെ അന്വേഷിച്ചു വന്ന കരയ്ക്ക് നിൽപ്പുണ്ട്. എങ്ങനെയാ കർത്താവ് കരയ്ക്ക് നിൽക്കുന്നത്? എങ്ങനെയാ നിൽക്കുന്നത്? കനലിൽ ചുട്ട അപ്പവും മീനും പിന്നെ വേറെന്തുണ്ട്? തീയും കൂട്ടിക്കൊണ്ട് അന്വേഷിച്ചു വന്നവിടെ നിൽക്കുക. തിരക്കി പിടിച്ചു വന്നിരിക്കുക. എന്തിനാ? മീൻ കരുതി വെച്ചിരിക്കുക കരയ്ക്ക്, അപ്പം കരുതി വെച്ചിരിക്കുക കരയ്ക്ക്,
തീ കായാൻ വേണ്ടി തീ കൂട്ടി കത്തിച്ച് കരയ്ക്ക് വെച്ചിരിക്കുക. ആർക്ക് വേണ്ടിയാ? 3 ദിവസത്തിന് മുൻപിൽ യേശുവിനെ പ്രാഗിയ ആളാണ് പത്രോസ്. പ്രാഗിയ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് യേശുവിനെ പ്രാഗിയ പത്രോസിന് വേണ്ടി വെളുപ്പാങ്കാലത്തെ പത്രോസിനെ തിരക്കി വന്ന് കടലിന്റെ കരയിൽ ചുട്ട മീനും കരുതി വെച്ചുകൊണ്ട്, അപ്പവും കരുതി വെച്ചുകൊണ്ട്, തീയും കൂട്ടി ചൂടും കരുതി വെച്ചുകൊണ്ട് പത്രോസിനെ യേശു വിളിക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞ്. ഈ രാത്രി ദൈവവൈതലേ, ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാണ്. ദൈവത്തെ ഉപേക്ഷിച്ചു പോയവന്റെ പുറകെ, ദൈവത്തെ പ്രാഗിയവന്റെ പുറകെ അവന് വേണ്ടി മീൻ ചുട്ടത് കരുതി വെച്ചിട്ട്, അപ്പം ചുട്ടത് കരുതി വെച്ചിട്ട്, അവന് വേണ്ടി തീയും കൂട്ടി കരുതി വെച്ചിട്ട് അവന്റെ പുറകെ ചെല്ലുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഇങ്ങനെ കരുതുന്ന ആരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളെ പ്രാഗിയോരെ നിങ്ങളുടെ വീട്ടിൽ വിളിച്ച് നിങ്ങൾ കാപ്പി കൊടുക്കുവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളെ പ്രാകുന്നവരെയും, നിങ്ങളെ ചീത്ത വിളിക്കുന്നവരെയും, നിങ്ങളെ തള്ളിക്കളയുന്നവരെയും നിങ്ങൾ കരുതുവോ? എന്നാൽ നമ്മുടെ യേശു പത്രോസ് പ്രാഗിയിട്ടും പത്രോസിന് വേണ്ടി യേശു കരുതി. ഹല്ലേലൂയ. പിന്നെ 153 വലിയ മീനും കർത്താവ് എന്ത് ചെയ്തു? ആ കടലിൽ നിന്ന് പത്രോസിന് കൊടുത്തു. അതുകൊണ്ടാ പത്രോസ് പറഞ്ഞത്, അവൻ നിങ്ങൾക്കായി കരുതി. ഹല്ലേലൂയ പറഞ്ഞ്. പത്രോസ് യേശുവിനെ ഉപേക്ഷിച്ചിട്ടും യേശു പത്രോസിനെ കരുതി. പത്രോസ് യേശുവിനെ തള്ളിക്കളഞ്ഞ് മീൻ പിടിക്കാൻ പോയിട്ടും പത്രോസിന് വേണ്ടി യേശു കരുതി. പത്രോസ് യേശുവിനെ പ്രാഗിയിട്ടും പത്രോസിന് വേണ്ടി യേശു കരുതി. ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ, നീ ആരാധനയ്ക്ക് വരാതിരുന്നിട്ടും നിന്നെ കരുതിയില്ലേ? 2025 പലപ്പോഴും ദൈവവചനം അനുസരിക്കാതിരുന്നിട്ടും, ആരാധനയ്ക്ക് വരാതിരുന്നിട്ടും, ആമേൻ ദൈവത്തിൽ വിശ്വാസത്തിൽ നിന്ന് നീ അകന്നു പോയിട്ടും, സർവശക്തനായ ദൈവം നിനക്ക് അവിടെയെല്ലാം നന്മ കുറച്ചില്ലല്ലോ. ഹല്ലേലൂയ പറ. നന്മ കുറച്ചോ? 153 മീൻ പ്രാഗിയവന് വീണ്ടും കർത്താവ് കൊടുക്കുകയല്ലേ? ഹല്ലേലൂയ പറഞ്ഞ്. അതുകൊണ്ട് ഈ ദൈവത്തെ പോലെ കരുതുന്ന ഒരു ദൈവം വേറെ ഒരു ദൈവവുമില്ല. ഹല്ലേലൂയ പറ. അതുകൊണ്ട് അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ആമേൻ. കടമുണ്ട് ചിലർക്ക്, ഭാരപ്പെടുന്നുണ്ട്. ഭാരപ്പെടണ്ട, അവൻ നമുക്ക് വേണ്ടി കരുതും. ആവശ്യങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പറയും, ആവശ്യം വലുതും നമ്മുടെ കയ്യിലുള്ളത് ചെറുതും. യോഹന്നാൻ 6-ാം അധ്യായം വായിക്കണ്ട. ഇതെന്തുള്ളൂ? ഇത് എന്തുള്ളൂ? എത്രയുള്ളൂ? 5 അപ്പം. ആവശ്യം എത്രയാ? 5000 പുരുഷന്മാരുണ്ട്. സ്ത്രീകളുടെ കുഞ്ഞുങ്ങളുടെ കണക്കില്ല. ഒരാൾക്ക് 4 അപ്പം കൂട്ടും. അതിനാൽ 20 20,000 വേണം 5000 പുരുഷന്മാർക്ക്. കയ്യിലിരിക്കുന്ന എത്രയാ? ഈ 5 കൊണ്ട് എങ്ങനെ അത് നടക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. കയ്യിലുള്ളത് 5ഉം ആവശ്യം എത്രയാ? 20. ഒറ്റ വാക്കി പറഞ്ഞ നമ്മുടെ കയ്യിലുള്ളത് 10 100 നമ്മുടെ ആവശ്യം എത്രയാ? 1000 കിടതും. എങ്ങനെ നടക്കും? ഇതെന്തുള്ളൂ? പാഷ, ഈ കിട്ടുന്നത് എന്തുള്ളൂ? ഇത് കിട്ടുന്ന 10 200. എനിക്ക് ഇവ എത്ര ആവശ്യം? എൻ്റെ ആവശ്യം 1000കണക്കിനാ. എന്നാൽ ഇന്ന് രാത്രി ഒന്ന് ഞാൻ പറയുന്നു, യേശു പറയാണ്, ഇതെന്തുള്ളൂ? എന്നാൽ കർത്താവ് നിർജ്ജനമായ മരുഭൂമിയിൽ, ഒന്നുമില്ലാത്ത മരുഭൂമിയിൽ, വഴികളെല്ലാം അടഞ്ഞ മരുഭൂമിയിലെ ആമേ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതി 12 കൊട്ട ബാക്കി വരത്തക്ക നിലയിൽ ആ മരുഭൂമിയിൽ പുരുഷാരത്തിന് വേണ്ടി കരുതിയ ദൈവം ഈ രാത്രി ഞാൻ ഉറപ്പു തരികയാണ്. ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിലെ എന്തുള്ളൂ? എനിക്ക് കിട്ടുന്ന 300 കൊണ്ട്, എനിക്ക് കിട്ടുന്ന 400 കൊണ്ട്, എനിക്ക് കിട്ടുന്ന 200 കൊണ്ട് എന്തുള്ളൂ? എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടേ? എനിക്ക് വീട് വേണം, കടം വേണ്ട, മറ്റു പലതുമുണ്ട്. ഈ രാത്രി എന്തുള്ളൂ എന്ന് ചോദിച്ചെടുത്ത് 12 കൊട്ട ബാക്കി വരത്തക്ക നിലയിൽ കരുതിയവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. സ്തോത്രം പറ. നിന്റെ ആവശ്യങ്ങളിൽ അവൻ കരുതുവാൻ ശക്തനായ ദൈവമാണ്. ഇനി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇന്ന് രാത്രി ചില തീരുമാനങ്ങൾ എടുക്കണം.
എടുത്തേ പറ്റും. ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറയുന്നു, ഇനിയും ലോകപ്രകാരം കറങ്ങാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ലോകത്തിൽ കിടന്ന് കറങ്ങാനല്ല, ദൈവഹിതത്തിന് വെളിയിൽ കിടന്ന് കറങ്ങാനല്ല, ദൈവിക പദ്ധതിക്ക് വിരുദ്ധമായി കറങ്ങാനല്ല. ദൈവം വിളിച്ചത് സേയീർ പർവ്വതത്തിൽ ഇസ്രായേൽ കറങ്ങാൻ വിളിച്ചതല്ല.